ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മൗൾഡഡ് ക്ലേ ഇന്ന് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, എങ്കിലും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ അതിൽ ഞാനതിന് ഒരു ഹാർഡർ ബേസും ഒരു റെസിൻ ബേസും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്കിതുപോലെ പാക്ക് പൊട്ടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീണ്ടും റീയൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിലും ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ എയർ കയറാത്ത എവിടെയെങ്കിലും ഒന്ന് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. കാരണം ഇത് എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ച് പോർഷനെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യുമ്പോൾ അത് കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലുള്ള ഈ ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു ഹാർഡർ ബേസും റെസിൻ ബേസും കൂടി ഇതുപോലെ ഒരുമിച്ച് വെച്ച് മിക്സ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1:1 റേഷ്യോയിലാണ് നമുക്കത് എടുക്കേണ്ടത്. അത് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ ആ പാക്കിൽ നിന്ന് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് 2 ബ്ലോക്സും. സോ ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ മിക്സ് ചെയ്യുക. ആദ്യമൊക്കെ മിക്സ് ചെയ്യാൻ നല്ല പാടായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ടഫായിട്ട് തോന്നുമെങ്കിൽ ഒരുപാട് വെള്ളം എടുക്കരുത്. ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് നനയ്ക്കാൻ വേണ്ടി മാത്രം വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം നല്ല പാടായിട്ട് തോന്നും, പിന്നെ കുറച്ചൊക്കെ ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ ഒന്ന് എളുപ്പമായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മളെവിടെയെങ്കിലും ഒരു സർഫസിലിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും. സോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫൈനലി ഇതുപോലെ വരും, ഒരു സോഫ്റ്റ് ഡോ പോലെ വരും. അപ്പോൾ നല്ല രസമാണ്, നമുക്കൊരു സാറ്റിസ്ഫൈങ് ഒക്കെയാണ് കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. സോ ഇത്രയേ ഉള്ളൂ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി. ആദ്യം കുറച്ച് പാടാണ്, പിന്നെ ഈസി ആയിക്കോളും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോസിൽ ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോയും കൂടെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്